പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തു യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് അറിയിപ്പിൻ്റെ ശനിയാഴ്ച. കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ട ശേഷം പുനരുത്ഥാനം ചെയ്യുന്നതുവരെ അവൻ എന്ത് ചെയ്യുകയായിരുന്നു? അവൻ എവിടെയായിരുന്നു? അവൻ കേവലം കല്ലറയിൽ തന്നെ ഒന്നും അറിയാതെ ഉറങ്ങുകയായിരുന്നുവോ? അതോ അവൻ സുബോധമില്ലാതെ ഈ കല്ലറയിൽ ബന്ധിതനായി കിടക്കുകയായിരുന്നുവോ? ഈ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് അറിയിപ്പിൻ്റെ ശനിയാഴ്ച നമ്മൾ ധ്യാനിക്കുന്നത്. കർത്താവ് കല്ലറയിൽ അടക്കപ്പെട്ട ശേഷം ആത്മാവിൽ പാതാളത്തിൽ ഇറങ്ങിച്ചെന്ന് ബന്ധിക്കപ്പെട്ട് കിടന്ന മുഴുവൻ ആത്മാക്കളോടും സുവിശേഷം അറിയിച്ചതായി വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. താൻ കാൽവരി ക്രൂശിൽ മരിച്ചത് അവരുടെയും കൂടെ വിമോചനത്തിന് വേണ്ടിയാണ് എന്ന് വ്യക്തമായി കർത്താവ് ഈ സംഗതികളിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോസ്തലനായ വിശുദ്ധ പത്രോസ് പൊതുവിനെഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 5-6 തിരുവചനങ്ങൾ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ജീവികളെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവന് അവർ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഇതിനായിട്ടല്ലോ മരിച്ചവരോടും സുവിശേഷം അറിയിച്ചത്. അവർ ജഡസംബന്ധമായി മനുഷ്യരെ പോലെ വിധിക്കപ്പെടുകയും ആത്മാവ് സംബന്ധമായി ദൈവത്തിനൊത്തവണ്ണം ജീവിക്കുകയും ചെയ്യേണ്ടതിന് തന്നെ. കർത്താവായ യേശു ക്രിസ്തു മരിച്ചവരോട് സുവിശേഷം അറിയിച്ചതിൻ്റെ വളരെ വ്യക്തമായ വേദപുസ്തക രേഖയാണ് ഈ വാക്യം. അതേ പുസ്തകത്തിലെ 3-ാമത്തെ അധ്യായത്തിൽ അപ്പോസ്തലനായ വിശുദ്ധ പത്രോസ് ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 19-ാമത്തെ വാക്യം: ആത്മാവിൽ അവൻ ചെന്നു. പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ വ്യക്തമാണ്, കർത്താവ് പാതാളത്തിൽ ഇറങ്ങിച്ചെന്നു. അന്നു മുതൽ ഇന്ന് വരെ ബന്ധിക്കപ്പെട്ട് കിടന്ന മുഴുവൻ ആത്മാക്കളോടും അവർക്ക് വേണ്ടി താൻ ക്രൂശിൽ മരിച്ച് അവരുടെ രക്ഷ സാധ്യമാക്കി എന്ന് പ്രസംഗിച്ചു. സ്നേഹമുള്ളവരെ, സഭയുടെ വിശുദ്ധ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത് ആദാം മുതൽ ക്രിസ്തു വരെ മരിച്ച് പാതാളത്തിൽ ബന്ധിക്കപ്പെട്ട് കിടന്ന മുഴുവൻ ആത്മാക്കളോടും തൻ്റെ ക്രൂശിലെ യാഗം മൂലമുള്ള വലിയ വിടുതലിനെ കുറിച്ച് യേശു ക്രിസ്തു പ്രസംഗിച്ചു എന്നാണ്. അവർക്ക് പ്രത്യാശ പകർന്ന ആ ഭാഗ്യകരമായ അറിയിപ്പിൻ്റെ ഓർമ്മയാണ് അറിയിപ്പിൻ്റെ ശനിയാഴ്ച. ശരീരം വിട്ടുപോകുന്നവരാരും എന്നേക്കുമായി ഉറങ്ങുകയല്ലെന്നും അവർക്ക് കാണാനും കേൾക്കാനും അറിയാനും പറയാനും കഴിയുമെന്നും ഒപ്പം പ്രാർത്ഥിക്കാൻ കഴിയുമെന്നും ഈ സംഭവത്തിൽ നിന്ന് നാം തിരിച്ചറിയണം. യേശുക്രിസ്തു നേരിട്ട് പഠിപ്പിച്ച ഒരു ഉപമയുണ്ട് ലൂക്കോസ് എഴുതിയ രക്ഷാസുവിശേഷം 16-ാം അധ്യായത്തിൽ, ലാസറിൻ്റെയും ധനവാന്റെയും ഉപമ. അവിടെ ലാസർ അബ്രഹാം പിതാവിൻ്റെ മടിയിൽ പറുദീസായിലും ധനവാൻ പാതാളത്തിൽ യാതനാസ്ഥലത്തും കിടന്നുകൊണ്ട് തമ്മിൽ സംഭാഷണം നടത്തുന്നതായി നമ്മൾ കാണുന്നുണ്ട്. അബ്രഹാം പിതാവും ധനവാനും തമ്മിലുള്ള സംഭാഷണത്തിൽ നിലവിളിയുണ്ട്, വേദന പ്രകടിപ്പിക്കുന്നുണ്ട്, സഹായം ചോദിക്കുന്നുണ്ട്, അഭ്യർത്ഥിക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ശരീരം വിട്ടുപോയവർ ഒന്നും അറിയാത്തവരായി ഉറങ്ങുകയല്ല എന്ന് അവർക്ക് പ്രതികരിക്കാൻ കഴിയുന്നുണ്ട് എന്ന് അവർ കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്നുണ്ട് എന്ന് ഭൂമിയിൽ ശേഷിക്കുന്ന അവരുടെ സഹോദരങ്ങളെക്കുറിച്ച്, പ്രിയപ്പെട്ടവരെക്കുറിച്ച് അവർക്ക് വിചാരമുണ്ട് എന്നൊക്കെ ഈ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ചിലർ ആ വേദഭാഗത്തെ വ്യാഖ്യാനിക്കുമ്പോൾ അതുകൊണ്ട് ആർക്കും പ്രയോജനമൊന്നും ഉണ്ടായില്ലല്ലോ, ധനവാൻ പ്രത്യേകിച്ച് ഗുണമൊന്നും പ്രാപിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ അവന് കാണാനും കേൾക്കാനും അറിയാനും പറയാനും ഒക്കെ കഴിഞ്ഞു എന്നുള്ളത് തമസ്കരിക്കപ്പെട്ടുകൂടാത്തതാണ്. പ്രിയപ്പെട്ടവരെ, സത്യമായിട്ടും ശരീരം വിട്ടുപോയ നമ്മുടെ പൂർവിക പിതാക്കന്മാരെല്ലാവരും സജീവരായി എല്ലാം കാണുന്നു, എല്ലാം കേൾക്കുന്നു, എല്ലാം അറിയുന്നു. അവരെക്കുറിച്ചുള്ള ഓർമ്മയുടെ ദിവസമാണ് അറിയിപ്പിൻ്റെ ശനിയാഴ്ച. ഇന്ന് സകല പരേതർക്കും വേണ്ടി നാം ആരാധന അർപ്പിക്കുകയും എല്ലാവരെയും പ്രതി ദൈവത്തെ സ്തുതിക്കുകയും അവരോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. ഈ പ്രത്യാശയുടെ ഭാഗ്യകരമായ ദിവസം, മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള വലിയ പ്രത്യാശ നമുക്ക് ലഭിക്കുന്ന ഈ ദിവസം, ഈ ധ്യാനം എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ. നമ്മുടെ പരേതരെല്ലാവരും നിത്യ സന്തോഷവും സ്വർഗത്തിൽ ദൈവത്തോടു കൂടിയുള്ള നിത്യവാസവും പ്രാപിപ്പാൻ യോഗ്യരായി തീരട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് വൈകുന്നേരം നാളെ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പുനരുത്ഥാനത്തിൻ്റെ ഭാഗ്യ സ്മരണ സഭ പുതുക്കുകയാണ്. ഈസ്റ്ററിൻ്റെ എല്ലാവിധമായ ആശംസകളും പ്രത്യേകം നിങ്ങൾക്ക് നേർന്നുകൊണ്ട് ഈ ധ്യാന ചിന്ത ഇവിടെ പൂർത്തിയാക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.